ഖത്തറില് ദാ റാസ്ലാഫാൻ റിഫൈനറിയിലാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടക്കുന്നത്. യൂറോപ്പിലേക്ക് പണം ഒഴുക്കിക്കൊണ്ട് ഭീകരവാദം വളർത്തുന്ന ഖത്തറിനുള്ള തിരിച്ചടി. ഖത്തർ പണത്തിന്റെ ആ ഒരു കൊഴുപ്പാണ് കാണിച്ചത് കുറെ കാലമായിട്ട്. ആഗോള തീവ്രവാദത്തിന് വേണ്ടി കോടികൾ ഒഴുക്കി കൊടുത്തിട്ട് ലോകത്തെ മുഴുവനും തകർക്കാനുള്ള അഗ്നിയായിരുന്നു അവർ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് ഇന്ന് തിരിച്ചടി കിട്ടിയപ്പോൾ പഠിച്ചു. ശരിക്ക് കിട്ടുകയാണ് അറബ് രാജ്യങ്ങൾക്കൊക്കെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ആർഷ ഭാരത സംസ്കാരം പിന്തുടരുന്ന ഭാരതമേ ഉള്ളൂ ഇവന്മാർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾക്ക്. യുദ്ധഭൂമിയിലെ വൈദ്യസഹായം, മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും ഇറാനിൽ എത്തിച്ച് ഭാരതം മുമ്പ് തുർക്കിയിലും അതുപോലെ സിറിയയിലും ഒക്കെ ഭൂകമ്പം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആ സമയത്ത് അവർക്കും വൈദ്യസഹായവും ഭക്ഷണവും വേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ ആയിട്ട് ആദ്യം എത്തിയത് ഇന്ത്യയുടെ സഹായമായിരുന്നു. അഫ്ഗാനിസ്ഥാനില്, ബംഗ്ലാദേശില്, പാകിസ്ഥാനില് ഇതൊക്കെ വാങ്ങിച്ച് നക്കിയിട്ട് ഇന്ത്യക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാത് സാഹചര്യങ്ങളിൽ അങ്ങോട്ട് മെനഞ്ഞുണ്ടാക്കും. എന്നിട്ട് പണിയും എരന്ന് വാങ്ങിക്കും നാറികള്. ഹോർമോസ് ഭീഷണി. കേരള തീരത്തിനടുത്ത് നങ്കൂരമിട്ട് US മൈൻവേട്ട കപ്പൽ. ഹോർമോസിലൂടെ കപ്പല് കടത്തി വിടില്ല എന്ന് പറഞ്ഞ് അവസാനം നരേന്ദ്രമോദി ഒന്ന് നോക്കി കണ്ണുരുട്ടിയപ്പോൾ ഇറാന്റെ പച്ചക്കൊടിയാണ് അവിടെ ഒക്കെ കാണാൻ പറ്റുന്നത്. കാബൂൾ ആശുപത്രിയിലെ പാക് നരനായാട്ടിനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. അവിടെയും ഇന്ത്യ തന്നെ വേണം. കണ്ടോ? അതായത് ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങിയ ഒരു ആശുപത്രി, അവിടെ മിസൈൽ ആക്രമണം നടത്തിയിട്ട് ബോംബ് പൊട്ടിച്ചിട്ട് 400 പേരെയാണ് ആ സ്പോട്ടിൽ കൊന്നൊടുക്കിയത്. അവിടെ നമുക്ക് കേരളത്തിലുള്ള ഒരു മതയോളികൾക്കും മോങ്ങണ്ട, അവർക്കാർക്കും നിലവിളിക്കാൻ വേണ്ട. അതെന്താടാ മുറിയന്മാരെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കരയാത്തത്? കാരണം അവിടെ കൊന്നവനും വിളിച്ചത് അല്ലാഹു അക്ബർ എന്നാണ്, കൊല്ലപ്പെട്ടവനും വിളിച്ചത് അല്ലാഹു അക്ബർ എന്നാണ്. അവിടെ പിന്നീട് നമുക്ക് പ്രത്യേകിച്ച് മോങ്ങാനൊന്നും ഇല്ലല്ലോ. ഒരു ലിച്ചി ചേച്ചിയും അവിടെ വന്നിട്ടില്ലല്ലോ. ഇവന്മാരുടെ ഒക്കെ പേരുകള്, വായിൽ കൊള്ളാത്ത പേരുകൾ വിളിച്ചു പറഞ്ഞ് നെഞ്ചിലിടിച്ച് മോങ്ങാനും നിലവിളിക്കാനും ഒക്കെ അരങ്ങഴിഞ്ഞ രാഷ്ട്രീയക്കാരും അന്ധമായിട്ടുള്ള മതപ്രീണകരെയും എന്ന് കേരളം തിരിച്ചറിയുന്നു, അന്നേ ഇവർക്കൊക്കെ വെളിവ് വെക്കൂ. ഇപ്പൊ പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ബോംബാക്രമണം നടത്തിയ ഒരു ആശുപത്രിയിലെ 400 പേരെ ആ സ്പോട്ടിൽ കൊല്ലുകയും ആയിരക്കണക്കിന് ആളുകൾ ഇന്നും മരണം പ്രതീക്ഷിച്ച ആശുപത്രിയിലാണ്. ഇവിടെ ആരും കണ്ടിട്ടില്ല. ഇവിടെ ആർക്കും അതിനെ അപലപിക്കാനുമില്ല. ഇവിടെ കരിങ്കൊടിയുമില്ല, ചെങ്കൊടിയുമില്ല, പച്ചക്കൊടിയുമില്ല, മഞ്ഞക്കൊടിയുമില്ല, നീലക്കൊടിയുമില്ല. അസത്തുകള്. ഹോർമോസ് കടലിടുക്കിൽ അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യയും. ഇന്ധനപാത പിടിച്ചെടുക്കാൻ ട്രംപിന്റെ സൈനികമായ നീക്കം. എപ്പോഴും ഇന്ത്യയുടെ സുരക്ഷിതത്വം നോക്കിയേ പറ്റുള്ളൂ. പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും രാജ്യത്തിന്റെ സുരക്ഷ എന്ന് നരേന്ദ്രമോദിയുടെ കരങ്ങളിലാ. US എംബസിക്ക് നേരെ മിസൈൽ ആക്രമണം. അമേരിക്കൻ സൈനികരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് വൻ തുക പാരിതോഷികം. 15 കോടി ഇറാഖി ദിനാറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാഖിലെ സായുധ സംഘം ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഒരു തിരിച്ചടിയാ. അതായത് ഇപ്പോ അമേരിക്കയാണ് കൊമേനിയെയും ടീമിനെയും കണ്ടെത്തുന്ന ആളുകൾക്ക് വൻ പ്രതിഫലം നിശ്ചയിച്ചത്. അത് എത്രയായിരുന്നു? 92 കോടി. അപ്പോൾ ഇവര് 15 കോടിയെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കണ്ടേ? സാരമില്ല. കാബൂളിലെ ആശുപത്രിയിൽ പാക് ആക്രമണം, വ്യോമാക്രമണം, 400 പേര് കൊല്ലപ്പെട്ടു. സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന് പാകിസ്ഥാൻ. വളരെ നല്ലത്. ഇത് നെതന്യാഹു അറിഞ്ഞിട്ടില്ല. നെതന്യാഹുവിന് വേണ്ടി പകരക്കാരനായി വന്ന യാരിവ് ലെവിനും അറിഞ്ഞിട്ടില്ല. മുക്കാൽ മീഡിയക്കാര് മാത്രമാണ് ഇസ്രായേലില് നെതന്യാഹുവിന് പകരമായിട്ട് പുതിയ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് യാരിവ് ലെവിനെ കെൻസൈറ്റ് നോമിനേറ്റ് ചെയ്തു എന്നാ കാണുന്നത്. ഇത് അവരാരും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇവര് മാത്രം പറയുന്നതാണ്. ശരി. അമേരിക്കയ്ക്ക് ഇറാന്റെ വമ്പൻ ഇരുട്ടടി. എണ്ണ വ്യാപാരത്തിന് ഇനി ഡോളർ വേണ്ട, ചൈനീസ് കറൻസി മതി. അത് പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് അറിയാം. മുസ്ലിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പാർലമെന്റ് അംഗം ശരിയ വേണമെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകാം, അമേരിക്ക ഒരു കാലത്തും ശരിയ നിയമം അംഗീകരിക്കില്ല. അതല്ല, ശരീഅത്ത് നിയമം തലയ്ക്ക് പിടിച്ചപ്പോഴത്തേക്കിനല്ലേ ഇവന്മാരൊക്കെ അവിടം വിട്ട് ഓടിയത്. ജീവനും ജീവിതവും കൊണ്ട് ഓടിയത് അവിടെ ശരീഅത്ത് നിയമം ആയതുകൊണ്ടാണല്ലോ. പിന്നെ എന്തിനാടെ അമേരിക്കയിലേക്ക് കയറി പോയിട്ട് നിന്റെയൊക്കെ കക്ഷത്തിന്റെ ഇടുക്കിൽ ഈ പുസ്തകവും കയറ്റിക്കൊണ്ട് പോയത്?
എന്തു നുണയും പറയാൻ ഇന്ത്യയല്ല, ഇത് UAE ആണ്. മനസ്സിലായ? അവിടെ ഇരുന്നിട്ടേ ഇറാൻ അനുകൂലമായിട്ട് വ്യാജ വീഡിയോകളും പ്രചാരണങ്ങളും കമന്റുകളും ഒക്കെ ആയിട്ട് വന്നാലേ തലയങ്ങട് എടുക്കും. ഏതായിരുന്നാലും മലയാളികൾ ഉൾപ്പെടെയുള്ള 35 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. വളരെ നല്ലത്. ജയിലിടിഞ്ഞാലും ഇവനൊന്നും ഇനി പുറത്തു വരരുത്. ഇത്രയും വിഷവുമായിട്ട് ഇതൊക്കെ എന്തിനാണെന്നേ ജീവിക്കുന്നത്? ഫാബ്രിക്കേറ്റ് ചെയ്യുക, AI ഉപയോഗിച്ച് കുറെ വീഡിയോകൾ ഉണ്ടാക്കുക. കാരണം കള്ളസാക്ഷ്യം വഹിച്ച് ഇസ്ലാമിലേക്ക് വരുന്ന നാറികളാ. ഉളുപ്പില്ലാതെ എന്തും പറയും. നിൽക്കുന്ന മരം അപ്പൊ തന്നെ പട്ടുവീണെന്ന് പറയും. അപ്പോ ഇറാന് UAE ആക്രമിച്ചപ്പോൾ ഇറാന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാല് UAE ഇവന്മാരെ പട്ടും പുടവയും കൊടുത്ത് സ്വീകരിക്കുമെന്നാ വിചാരിച്ചത്. അറബ് രാജ്യങ്ങളിലോട് ഇറാനൊപ്പം നിൽക്കണമെന്ന് കിം. അതെ. കാരണം ഇറാന്റെ കയ്യിൽ നിന്ന് ശരിക്കും വാങ്ങിച്ച് പിടിച്ചിട്ടേ ഇറാൻ ഇങ്ങനെ UAE-യിലും മറ്റും അറബ് രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചിട്ട് ഇല്ലാതാക്കുമ്പോൾ അവരൊക്കെ ശരി എന്നാ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പച്ചക്കൊടി കാണിച്ചുകൊണ്ടിരിക്കണം. ഇവനൊക്കെ ആരായിരിക്കുമെന്നേ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നേ? അയ്യോ, കഷ്ടം തന്നെ. ടെഹ്റാൻ തെരുവുകൾ ശവപ്പറമ്പാകുന്നു. സ്വന്തം സൈനികരെ പോലും കൊന്നൊടുക്കി ഇറാനെ ലോകം അറിയാൻ ഇതൊക്കെ ഒരു കാരണമാണെന്നേ. ആംസ്റ്റർഡാമിലെ യഹൂദ വിദ്യാലയത്തിന് നേരെ സ്ഫോടനം, ആശങ്ക അറിയിച്ച അധികൃതർ. ലോകത്ത് യഹൂദ വിദ്വേഷം വർദ്ധിക്കുന്നു. അത് ആ പുസ്തകമുള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ. വിശുദ്ധ പുസ്തകം എന്ന് പറയുന്ന ഖുർആൻ നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്ത് സമാധാനം ഉണ്ടാകത്തില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ചൈന $2 ലക്ഷം മാനുഷിക സഹായം അയച്ചു. അതായത് ചൈന ഇസ്ലാമിനെ മാനസിക രോഗമെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ് അത് അസ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നത് കേട്ടോ. ഇറാന്റെ നട്ടെല്ലൊടിച്ച് ട്രംപ്. കാർഗ് ദ്വീപിൽ വൻ സ്ഫോടനാക്രമണം, ബോംബാക്രമണം നടത്തി. എണ്ണപ്പാടം തകർത്ത് തരിപ്പണമാക്കും. അങ്ങോട്ട് പോട്ടെന്നേ. ഇറാനിനി നട്ടൽ എന്തോ ഉള്ളത്? ഊരി കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും ട്രംപും കൂടി. യുദ്ധത്തിന്റെ 1-ാമത്തെ ദിവസം തന്നെ കൊമേനിയുടെ പൊണ്ടാട്ടിയും അവന്റെ മോനും അവന്റെ പെണ്ണുപിള്ളയും ചെറുകുട്ടിയും കുഞ്ഞു തീവ്രവാദിയെ അടക്കമാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നീട് 45ഓളം IRGC ഭീകരന്മാരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ വർഗത്തെ നമ്പരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതെ, നമ്പിനവൻ ഡാഷിന. ആറ്റഫെ രജബി. നീതി തൂക്കിലേറ്റപ്പെട്ട പകൽ 16-കാരിയായിട്ടുള്ള ഇരയുടെ ദാരുണമായ വധശിക്ഷ. അതിന് ഇവരിൽ നിന്നും ആർക്കാ നീതി പ്രതീക്ഷിക്കേണ്ടത്? ഇതൊരു സ്റ്റോറിയാണ്, ഞാനത് അടുത്ത ദിവസം പറയാം. രക്ഷകർത്താക്കളെ പറ്റിച്ച് ഇതുപോലെ ഒളിച്ചോടി വന്ന ഒരു മുസ്ലിം യുവതിയെ ഒരു ഹിന്ദു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകാൻ ഗോവിന്ദൻ സഖാവും കൂട്ടരും തയ്യാറുണ്ടോ? ചോദ്യമാണ്. ആദ്യത്തെ ദിവസം തന്നെ ഫർമാൻ ഖാന്റെയും മൊണാലിസയുടെയും ഈ വാർത്ത വന്ന അന്ന് തന്നെ ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. മൊണാലിസ ഒരു മുസ്ലിം പെൺകുട്ടി, തട്ടമിട്ടവളും ഫർമാൻ ഖാൻ ഒരു പൊട്ടുതൊട്ടവനുമായിരുന്നെങ്കിൽ ഇവര് ഏത് പള്ളിയായിരിക്കും നിക്കാഹിന് തയ്യാറാകുന്നത്? കാരണം ഇതിപ്പോ ക്ഷേത്രം തയ്യാറായല്ലോ. രാജ്യത്തെ നയിക്കാനും ഉത്തരവാദിത്വം നിറവേറ്റാനും കഴിയട്ടെ എന്ന ആശംസ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മൊജിതബ കൊമേനിയെ അഭിനന്ദിച്ച് ഒമാൻ സുൽത്താൻ. ഇയാള് നാവെടുത്ത് വളച്ചതും മൊജിതബ കൊമേനിയുടെ തലതെറിച്ചു. ഇപ്പതാ കോമയിൽ ആശുപത്രിയില്ല. കയ്യും പോയി, 2 കൈയും പോയി, 2 കാലും പോയി, കണ്ണിന്റെ കാഴ്ചയും പോയി, ബോധവും പോയി, ഒരു മാംസകഷ്ണം കിടപ്പുണ്ട് അവിടെ. ഓക്സിജൻ വലിച്ചു കഴിഞ്ഞാൽ അതും തീർന്നു. കിഡ്നിയും ഹാർട്ടും ഒക്കെ പോയെന്നാ കേട്ടത്. ഇയാളുടെ അഭിനന്ദനം വല്ലാത്ത അഭിനന്ദനമാണ്. അടുത്തതും വന്നു. ഇറാനൊപ്പം ഉത്തര കൊറിയ. മൊജിതബ കൊമേനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എന്തിന്? കോമയിൽ കിടന്ന് വലിക്കാനോ? ലോകത്ത് 127-ലധികം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷം. മുസ്ലിം 53 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലോക സമ്പത്തിന്റെ 55% ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. മുസ്ലിങ്ങളുടെ കയ്യിൽ 5% മാത്രം. 127 രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികൾ മതപരമായി സംഘടിച്ച് യുദ്ധം ചെയ്താൽ 53 രാജ്യങ്ങളെ രാവിലെ തുടങ്ങിയാൽ ഉച്ചയ്ക്ക് മുമ്പ് തീർക്കാം. ക്രിസ്ത്യാനികൾ ഒന്നിക്കേണ്ടുന്ന സമയമായി. അത്രയ്ക്കൊന്നും ആവശ്യമില്ലെന്നേ. കാരണം ജൂതന്മാര് ഇസ്രായേൽ എന്ന രാജ്യം പിറവിയെടുത്ത ഉടനെ തന്നെ ഒന്ന് നിവർന്നു നിന്നപ്പോൾ 6 ഇസ്ലാമിക രാജ്യങ്ങളെ മൂക്കും കുത്തി ഇച്ഛ വരച്ച് വിട്ടില്ലേ? അത്രയ്ക്കൊന്നും ആവശ്യമില്ല. വളരെ കുറച്ചാളുകളെ യോജിച്ചാൽ തന്നെ ഇവരുടെ കാര്യത്തെ തീരുമാനവും. യുദ്ധവിരാമം ലക്ഷ്യം. മോദി സർക്കാരും ഇറാനും ചർച്ച തുടങ്ങി. വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുക്കുന്നു. അയ്യോ, ഇനിയെങ്കിലും നമ്മുടെ കാക്കാമാർക്ക് സമാധാനം കിട്ടുമെന്ന് അറിയത്തില്ല. നെഞ്ചിലെ കഞ്ഞി അങ്ങ് താഴെ ഇറങ്ങട്ടെ. ഇറാൻ ആക്രമണത്തിന് അനുകൂല പ്രചാരണം. ബഹ്റൈനിൽ 8 പേർ അറസ്റ്റിൽ. കേരളമാണെന്ന് വിചാരിച്ചു കാണും കേട്ടോ. ഇന്ത്യക്കകത്തിരുന്ന് എന്ത് വിദ്വേഷവും വാരി വിതറാവുന്നത് പോലെ ഇറാനിലും പോയിട്ട് ബഹ്റൈനിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബഹ്റൈന് ഇറാന്റെ കയ്യിൽ നിന്ന് അട്ടി വാങ്ങിച്ചിട്ട് തിരിച്ചടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കിനും അവരുടെ ചോറും തിന്നിട്ട് ഇറാൻ അനുകൂലമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. ഇത് മദ്രസ ബുദ്ധിയാണെന്നേ.
ബുദ്ധിയുമില്ല, ബോധവുമില്ല, പൊക്കണവുമില്ല. കുറെ മുറിയന്മാരങ്ങോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. റഷ്യയും ചൈനയും വെടിനിർത്തലിനായി സമീപിച്ചു. റഷ്യക്ക് ആയുധം വെക്കണമെങ്കിൽ യുദ്ധം തുടർന്നല്ലേ പറ്റുള്ളൂ. തുർക്കിയുടെ വാക്കുകൾ കാറ്റിൽ പറത്തി ഇറാൻ ആക്രമണം രൂക്ഷമായി തുടരുന്നു. പക്ഷെ കിട്ടുന്നതെല്ലാം ഇറാനാണെന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഇറാന്റെ ആക്രമണം UAE-യിൽ മരണസംഖ്യ 6 122 പേർക്ക് പരിക്കേറ്റതായും പ്രതിരോധ മന്ത്രാലയം. UAE-യിലല്ലേ, കുഴപ്പമില്ല. കൊന്നവന് ഞമ്മന്റെ ആളാണ്, കൊല്ലപ്പെട്ടവന് ഞമ്മന്റെ ആളാണ്. നമുക്കതിനകത്ത് റോളില്ല. ഇനി ചെറിയ കളിയല്ല, ശരി, വലിയ വലിയ കളികൾ കളിക്കൂ. 2013-ലെ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇറാൻ പുതിയ ആയുധങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. USA ഒന്ന് നോക്കിയിരുന്നോളൂ. 13 വയസ്സുകാരി പെൺകുട്ടി എറിഞ്ഞ വാട്ടർ ബലൂൺ അബദ്ധത്തിൽ മുസ്ലിം സ്ത്രീയുടെ ബുർഖയിൽ വീണു. നിറം പറ്റിയെന്ന് ആരോപിച്ച് യുവാവിനെ അടിച്ചുകൊന്ന സ്ത്രീയുടെ കുടുംബം താത്താട പറതയിലാണേ. കൊച്ചു വാട്ടർ ബലൂൺ എറിഞ്ഞതാണെന്നൊന്നും ഇവിടെ അറിയത്തില്ല. ആ കൊച്ചു വാട്ടർ ബലൂൺ എറിഞ്ഞു. ഈ സ്ത്രീയുടെ ദേഹത്തൊരൽപ്പം വെള്ളം തെറിച്ചു. ഉടനെ തന്നെ ആ കുടുംബവും ആ കുഞ്ഞും ഒക്കെ വന്നിട്ട് മാപ്പ് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ 30 പേര് കയറി ആ വീട് അങ്ങോട്ട് അടിച്ചു തകർത്തതാണ്ട് യുവാവിനെയും അടിച്ചു കൊന്നു. ഇവളുമാരൊക്കെ പർദ്ദയും മക്കനെയും ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതേ കാലത്തികളായിട്ടാണല്ലോ ബാല പിടിച്ചതൊക്കെ. മനാമയിലെ താമസ കെട്ടിടത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഇല്ലാതാക്കുന്നേ. 1 മരണം സ്ഥിരീകരിച്ചു. മരിച്ചത് 29 വയസ്സുള്ള സ്വദേശി യുവതി. 8 പേർക്ക് പരിക്ക്. ഞമ്മന്റെ ആളുകൾ പരസ്പരം ഈ നാറുകൾ തമ്മിലടിച്ചങ്ങോട്ട് തീരട്ടെ. മലയാളിയെ ചിരിപ്പിച്ച ബ്രൂട്ടേഷൻ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല കേട്ടോ, ഒരമ്മയല്ലേ. ഇറാൻ ആണവ കേന്ദ്രത്തിനടുത്ത് പാരച്യൂട്ട് വഴി ഇറങ്ങിയ ഇസ്രായേൽ സൈനികരെ ഇറാൻ പിടികൂടി. വീഡിയോ ഡിലീറ്റ് ആവും മുമ്പ് ഷെയർ ചെയ്യുക. ഇത് ഇസ്രായേലും അറിഞ്ഞിട്ടില്ല, ഇറാനും അറിഞ്ഞിട്ടില്ല. ഇതാകെ അറിഞ്ഞിട്ടുള്ളത് മലയാളികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവന്മാര് പടച്ചുവിടുന്ന ഒരു വാർത്തയും വിശ്വസിക്കാൻ പറ്റത്തില്ല. മോദി പറഞ്ഞാൽ ഇറാനും ഇസ്രായേലും യുദ്ധം നിർത്തുമെന്ന് UAE. അതിനൊക്കെ മോദി വേണമല്ലേ, കാഫിറാണേ. ഈ യുദ്ധത്തിലെ ഇരുഭാഗത്തിനും മോദിയിൽ വിശ്വാസമുണ്ട്. വളരെ നല്ലതേ. ഇറാനോടും സംസാരിച്ചിട്ടുണ്ട്, ഇസ്രായേലിനോടും സംസാരിച്ചിട്ടുണ്ട്. അതെ, ആദ്യമേ അയൽവാസ ബന്ധങ്ങൾ നന്നാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കണം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഓടി വരേണ്ടത് അവരാണെന്നൊന്ന് ചിന്തിക്കണം. നീയൊക്കെ തമ്മിലടിച്ച് തീരുമ്പോഴേ അവിടെ ഒരുപാട് സ്ത്രീകളും സാധാരണക്കാരും കുട്ടികളും അവരൊക്കെയാണ് ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത്. ഏതു യുദ്ധവും ആരും ഒന്നും നേടുന്നില്ല, എല്ലാം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. നന്ദി.